ഇബ്രാഹിം റൗസ ബീജാപ്പൂരിലെ ഒരു മനോഹരമായ സ്മാരകമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക്, പേർഷ്യൻ, ഇന്ത്യൻ മിശ്രിതമായ വാസ്തുശില്പമാണ്. ഡക്കാൻ ശൈലിയിലുള്ള വാസ്തുശില്പം. മറ്റൊരു പ്രത്യേകത, ഇതിന് ബ്ലാക്ക് താജ്മഹൽ എന്നൊരു പേരുണ്ട്. അതുപോലെ ഒരുപാട് ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട് ഈ ഒരു സ്മാരകത്തിൽ. സുഹൃത്തുക്കളെ, തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രധാന സ്ഥലം തന്നെയാണിത്. ബീജാപ്പൂരിലെ വളരെ ഹൃദ്യമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ച ശേഷം മടങ്ങാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ സ്വരൂപ് സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദിവ്യ ടീച്ചറും സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ അവിടെയുള്ള ഗോൾക്കുംബസ് കണ്ടു, അതിനുശേഷമുള്ള ഇവിടെയുള്ള കാഴ്ചയാണ്. ഇതിനെപ്പറ്റി എന്താണ്? ഇത് നമ്മുടെ ഇബ്രാഹിം റോസ എന്ന് പറയുന്നത് ഇസ്രായേൽ പേർഷ്യൻ ലാംഗ്വേജിൽ ടോം എന്ന് പറയുന്ന, അതായത് ശവകുടീരത്തിൻ്റെ പേരാണ് റോസ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള പോലെ തന്നെ ഒരു ശബ്ദത്തിൻ്റെ വേറൊരു വിസ്മയമാണ് ഇവിടെ കണ്ടത്. കാരണം മോസ്ക് എന്ന ഒരു പ്രാർത്ഥന അല്ലാഹു അക്ബറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം 250 അടിയോളം ദൂരെ നിന്ന് നമുക്കത് നല്ല കൃത്യമായിട്ട് ശ്രവിക്കാൻ സാധിക്കും. അതും നമ്മൾ ആലോചിക്കണം, ഈ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇപ്പൊക്കെ സൗണ്ട് എഞ്ചിനീയറിംഗ് പലതും നമ്മൾ കാണുന്നുണ്ട്. ഇത് എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ള റിയലി മാർവലസ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അച്ഛൻ്റെ അടുത്തായിരിക്കും മകൻ പഠിച്ച് ഇതിലും കൂടുതൽ ഇഫക്റ്റീവില് എക്കോയിങ്ങിന്റെ അവിടെ ചെയ്തത്. ഇവിടെയും വളരെ മാർവലസ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ഒരു എളിയ യൂട്യൂബ് ചാനൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞങ്ങൾ ഉടൻ തന്നെ വരും. ബൈ.